അമേരിക്കയുടെ കൈവശമുള്ള മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് F-15 എന്ന് പറയുന്ന യുദ്ധവിമാനം. ഇപ്പോൾ കുറച്ചു മുന്നേ പ്രേക്ഷകരെല്ലാവരും വാർത്തയിൽ കണ്ടു കാണും. ഈ F-15 യുദ്ധവിമാനം F-15E എന്ന് പറയുന്ന അമേരിക്കൻ വ്യോമസേനയുടെ സ്ട്രൈക്ക് ഈഗിൾ യുദ്ധവിമാനം തകർന്നു വീണിരിക്കുകയാണ്. ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തിക്കഴിഞ്ഞു. ഇത് കുവൈറ്റ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുവൈറ്റിന്റെ വാർത്താ കുറിപ്പിനകത്ത് പറയുന്നത് അതിലെ സൂചന ഒന്നിലേറെ വിമാനങ്ങൾ തകർന്നു എന്ന തരത്തിലാണ്. എന്തായാലും ഒരു F-15E തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ അത് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് പൈലറ്റും അതുപോലെ ഇതിലെ വെപ്പൺ സിസ്റ്റം ഓഫീസറും പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നും കുവൈറ്റ് അധികൃതർക്ക് കൈമാറി എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു വിമാനത്തെ തകർത്തത് തങ്ങളാണെന്നാണ് ഇപ്പോൾ ഇറാൻ അവകാശപ്പെടുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്ന് പറയുന്നത് ഇതൊരു ഫ്രണ്ട്ലി ഫയർ ആണെന്നാണ്. അതായത് അബദ്ധത്തിൽ സ്വന്തം ഭാഗത്തു നിന്നുണ്ടാവുന്ന ആക്രമണം, അതായത് നമ്മുടെ തന്നെ എയർ ഡിഫൻസ് സിസ്റ്റം നമ്മുടെ തന്നെ വിമാനത്തെ വെടിവെച്ചിടുന്നു എന്നുള്ളൊരു സാഹചര്യം. കുവൈറ്റിലെ ഒരു പാട്രിയറ്റ് മിസൈൽ, അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈൽ അവിടെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലെ ഒരു പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ നിന്ന് അബദ്ധവശാൽ ഈ ഒരു വെടിപൊട്ടിയതും ഈ ഒരു അപകടം സംഭവിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ കുവൈറ്റിന്റെയും അമേരിക്കയുടെയും ഒക്കെ പ്രതികരണങ്ങൾ. എന്നാൽ ഇറാൻ ഈ കാര്യത്തിൽ പറയുന്നത് അവരുടെ ആക്രമണത്തിൽ ഇത് സംഭവിച്ചു, അവരാണ് ഈ ഒരു വിമാനത്തെ തകർത്തത് എന്നാണ്. യുദ്ധം നടക്കുന്ന സമയത്ത് നമുക്ക് ആരെ വിശ്വസിക്കണം എന്നതൊരു ചോദ്യമാണ്. എന്തായാലും ഒരു ആക്രമണത്തിലൂടെയാണ് ഇത് വീണത്. ഇത് അമേരിക്കയുടെ സ്വന്തം എയർ ഡിഫൻസ് സിസ്റ്റം ആണെങ്കിലും ഇറാന്റെ ആക്രമണത്തിലാണെങ്കിലും കനത്ത നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുകയാണ്. അമേരിക്കൻ വ്യോമസേനയുടെ കരുത്തനായ ഒരു വിമാനമായിട്ടാണ് F-15 ഈഗിൾ എന്ന വിമാനം അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച പോർ വിമാനങ്ങളിൽ ഒന്നാണിത്. നമ്മളിപ്പോൾ 5ാം തലമുറ 6ാം തലമുറയെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും F-15 ഈഗിൾ എന്ന് പറയുന്നത് ഇന്നും ലോകത്തിലെ മികച്ച ഒരു പോർ വിമാനമാണ്. നമ്മുടെ ലോകത്തൊട്ടാകെയുള്ള വ്യോമയാന ചരിത്രം എടുത്താൽ ആ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ വിമാനങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഇതിന് ഒരുപാട് റെക്കോർഡുകളൊക്കെ ഉണ്ട്. ആകാശ യുദ്ധങ്ങളിൽ ഇതുവരെ 104 വിജയങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരു വിമാനമാണ്. അതായത് എയർ ടു എയർ കോമ്പാറ്റിൽ ഇതുവരെ 104 വിജയങ്ങൾ ഇത് കൈവരിച്ചിട്ടുണ്ട്. ഇതിന്റെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് ഇനിയുള്ള കാലത്തെങ്കിലും ഏതെങ്കിലും വിമാനത്തിന് തകർക്കാൻ കഴിയുമെന്ന് സംശയമാണ്. കാരണം ശത്രു വിമാനങ്ങളാൽ ഒരിക്കൽ പോലും ഈ ഒരു വിമാനത്തെ വെടിവെച്ചിടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. 104-0 സ്കോർ. അതായത് ഇത് 104 തവണ വിജയം കൈവരിച്ചു. ഒരിക്കൽ പോലും F-15 എന്ന് പറയുന്ന ഈ അമേരിക്കൻ വിമാനത്തെ ഒരു ശത്രു രാജ്യത്തിന്റെ വിമാനത്തിനും വെടിവെച്ചിടാൻ കഴിഞ്ഞിട്ടില്ല. അത്രയും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു വിമാനമാണ്. മണിക്കൂറിൽ 3000 കിലോമീറ്ററിലധികം വേഗതയിൽ പറക്കാൻ കഴിയുന്ന ഈ ഒരു വിമാനത്തിന് ശബ്ദത്തിന്റെ 2 ഇരട്ടി വേഗതയാണുള്ളത്. മിസൈലുകൾ, ബോംബുകൾ എന്നിവയ്ക്ക് പുറമെ അതിശക്തമായ ഒരു 20 mm പീരങ്കിയും ഇതിലുണ്ട്. ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള F-15Xന് 12 എയർ ടു എയർ മിസൈലുകളെ വരെ വഹിക്കാൻ ശേഷിയുണ്ട്. 1972 ജൂലൈയിലാണ് ഈ ഒരു വിമാനം ആദ്യമായിട്ട് അമേരിക്ക പരീക്ഷിക്കുന്നത്. 1976 മുതൽ അമേരിക്ക ഇത് ഉപയോഗിച്ചു തുടങ്ങാണ്. ആദ്യകാലത്ത് ഈ വിമാനം നിർമ്മിച്ചിരുന്നത് മക്ഡോണൽ ഡഗ്ലസ് എന്ന് പറയുന്ന കമ്പനി ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ വിമാനം നിർമ്മിക്കുന്നത് ബോയിങ് വിമാനമാണ്. പലരും ഈ F-16ഉം ഇതും തമ്മിൽ തെറ്റിദ്ധരിക്കാറുണ്ട്. F-16 എന്ന് പറയുന്നത് ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിക്കുന്ന ഒരു വിമാനമാണ്. F-15 ഈഗിൾ എന്ന് പറയുന്ന ഈ വിമാനം നിർമ്മിക്കുന്നത് ബോയിങ് കമ്പനിയാണ്. ഈ വിമാനം ആദ്യകാലത്ത് നിർമ്മിക്കുന്നത് ആകാശത്തെ ആധിപത്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്, അതായത് എയർ സുപ്പീരിയോറിറ്റി. എന്നാൽ പിന്നീട് ഈ ഒരു വിമാനത്തെ കരയിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ കൂടി കഴിയുന്ന തരത്തിലേക്ക് സ്ട്രൈക്ക് ഈഗിൾ എന്ന നിലയിലേക്ക് ഇതിനെ കൂട്ടിച്ചേർത്ത് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ഉണ്ടായത്. F-15CD എന്ന് പറയുന്ന പഴയ വേരിയന്റുകൾ $30 ദശലക്ഷം ആയിരുന്നു അതിന്റെ വാല്യൂ. ഏതാണ്ട് 250 കോടി രൂപയാണ് ഒരു വിമാനത്തിന്റെ വില. എന്നാൽ പുതിയ ഇപ്പോഴത്തെ മോഡൽ, അതായത് F-15EX ഈഗിൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെടുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുകൾക്ക് ഏകദേശം 750 മുതൽ 800 കോടി രൂപയാണ് വില. ഇനി ഇതിന്റെ ഒപ്പം ആയുധങ്ങളും മറ്റ് സാങ്കേതിക വിദ്യകളും ഉൾപ്പെടെ പൂർണ്ണ സജ്ജമാകുന്ന സമയത്ത് ഇതിന്റെ ചെലവ് ഏകദേശം 1000 കോടിക്ക് മുകളിൽ വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഈ F-15 എന്ന് പറയുന്ന വിമാനം തകർന്നു വീണല്ലോ. ഈ ഒരു വിമാനത്തിന്റെ തകർച്ചയുടെ ഭാഗമായിട്ട് ഈ ഒരു ഒറ്റ വിമാനം തകർന്നു വീണപ്പോൾ പോലും അമേരിക്കയ്ക്ക് ഉണ്ടായ നഷ്ടം ഇന്ത്യൻ രൂപയിൽ ഏകദേശം 1000 കോടി രൂപയാണ്. അതായത് ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് F-15E സ്ട്രൈക്ക് ഈഗിളാണ് തകർന്നു വീണത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വിമാനം തകർന്നു വീണു എന്ന് പറയുമ്പോൾ അതിന്റെ സെൻസറുകള്, മിസൈലുകള്, യുദ്ധോപകരണങ്ങള്, ആധുനിക സെൻസറുകള് സകലതും അതിന്റെ കൂടെ നഷ്ടമാവുകയാണ്. പൈലറ്റ് സുരക്ഷിതമായി എന്നത് മാത്രം അമേരിക്കയ്ക്ക് ആശ്വസിക്കാം. അപ്പൊ ഈ ഒരു യുദ്ധത്തിൽ ഈ വിമാനത്തെ തകർത്തത് ഇറാനാണെങ്കിലും അമേരിക്കയുടെ തന്നെ ഒരു മിസൈലാണ് ഇതിനെ തകർത്തതെന്ന് പറഞ്ഞാലും നേട്ടം ഇറാനാണ്, നഷ്ടം അമേരിക്കയ്ക്കാണ്. ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് 1000 കോടി രൂപ ഒരൊറ്റ വിമാനം തകർന്നപ്പോൾ നഷ്ടമാവുകയാണ്.
ഇറാൻ അതുകൊണ്ട് തന്നെ ആശ്വസിക്കാം. അവർ ക്ലെയിം ചെയ്യുന്നത് അവർ തകർത്തു എന്നാണ്. ഇറാനാണ് ഇത് തകർത്തത് എന്ന് തെളിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാന്റെ ടെക്നോളജിയെ അമേരിക്ക വല്ലാതെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഇനി അതല്ല, ഇത് സ്വയം ഈ പറയുന്ന അമേരിക്കൻ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ഒരു വീഴ്ച പറ്റി തകർന്നതാണെങ്കിലും അമേരിക്ക ഭയപ്പെടണം. സ്വന്തം ഒരു എയർ ഡിഫൻസ് സിസ്റ്റം തന്നെ സ്വന്തം വിമാനത്തെ തകർത്തു എന്ന് പറയുന്നതും വലിയ മാനക്കേടാണ്, നാണക്കേടാണ്. സംഭവിക്കാറുണ്ട് ഇങ്ങനെ. ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ഇത്തരം അബദ്ധങ്ങൾ പറ്റും, നമുക്ക് ഇന്ത്യക്കും പറ്റാം. പക്ഷെ യുദ്ധ സമയങ്ങളിൽ ഇത്തരത്തിൽ ഉണ്ടാവുന്ന അബദ്ധങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഒപ്പം ഓൾറെഡി ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഒരുപാട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ സംഭവിച്ചത് ഇറാനാണെന്നതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള പല ബേസുകൾ, മിലിറ്ററി ബേസുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, സൈനികർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഇപ്പൊ അവരുടെ ഒരു വിമാനം തകർന്നു വീഴുന്ന ദൃശ്യം ലോകം മുഴുവൻ കണ്ടു. ഏതെങ്കിലും ഒരു പരിശീലന വിമാനമല്ല തകർന്നു വീണത്. ഞാൻ വീണ്ടും പറയുന്നു, F-15 ഈഗിൾ എന്ന് പറയുന്നത് ക്ലാസ് ലെവലിലുള്ള ഒരു വിമാനമാണ്. ഈ ക്ലാസിക് സിനിമ എന്നൊക്കെ പറയുന്ന പോലെ, സിനിമയിലെ ക്ലാസിക്കുകൾ എന്ന് പറയുന്ന പോലെ വിമാനങ്ങളിലെ ഒരു ക്ലാസിക് ഐറ്റമാണ് ഈ F-15 എന്ന് പറയുന്നത്. അപ്പൊ അത് തകർന്നു വീഴുക എന്ന് പറയുന്നത് സാമ്പത്തിക നഷ്ടത്തോടൊപ്പം നാണക്കേടും ഉണ്ടാക്കിയിട്ടുണ്ട് അമേരിക്കയ്ക്ക്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.